റൂം നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓയോ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് അഞ്ചോടല്ലായിരിക്കും. ഇതാണ് ഇവളുടെ ഫോണിൽ കിടക്കുന്ന ഹിഡൻ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. എന്തോന്നാണ് ഞാൻ അവിടെ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞതല്ലേ. തീർക്കട്ടെ, തുടങ്ങിയതല്ലേ. അതോടെ വെക്ക, വീഡിയോ ചെയ്തിട്ട് കഴിക്കാം. ഓക്കെ ഓക്കെ അടങ്ങിയിരിക്കുക. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന്. വാട്ട്സ് ഇൻ രാമോസ് ഫോൺ. നിന്റെതല്ലേ? എന്റേതല്ല, രണ്ടാളെ ഫോണിലും അങ്ങനെ പറഞ്ഞാൽ എനിക്കിത് തന്നിട്ട് ഇവിടെ ഇരുത്തിയ. ഓക്കെ, രണ്ടാളുടെ ഫോൺ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോ വിചാരിക്കണ്ട, ബിക്കോസ് രാമൂട്ടിന് ഒരുപാട് നേരം വാഷ്റൂമിൽ ഇരുന്നിട്ട് ഫോൺ യൂസ് ചെയ്യുന്നു. അപ്പൊ അതിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കൊണ്ടുവന്ന്. രാമൂട്ടിന് അതുപോലെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒട്ടും വിചാരിക്കണ്ട, അങ്ങനെ ഒരു ഉദ്ദേശമേ എനിക്കില്ല. ഇത് ചുമ്മാ നമ്മൾ ഫണ്ണായിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ വീഡിയോത്തോടു കൂടി നമ്മൾ കാര്യത്തിൽ തീരുമാനമാകുന്നു. അതുകൊണ്ട് ഗൈസ്, രാമൂട്ടിന് ഒന്നും ചെയ്യാനോ മാറ്റാനോ ഒരു സമയം കിട്ടിയിട്ടില്ല. ഈവൻ ഞാനായിട്ട് ചെയ്തിട്ടില്ല. എനിക്ക് പിന്നെ മാറ്റേണ്ട ആവശ്യമില്ല, ഒന്നും എനിക്ക് അങ്ങനെ സോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്തോ ഒപ്പിച്ചിട്ടുണ്ട്, ഒന്നും ഒപ്പിച്ചിട്ടില്ല. പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന്. സോ ഗൈസ്, അപ്പോ വാട്ട്സ് ഇൻ അവർ ഫോൺ. ഓക്കെ, സമ്മതിച്ച് ഓക്കെ. വാട്ട്സ് ഇൻ അവർ ഫോണില് രാമൂട്ടിന് റാൻഡം ആയിട്ട് ഒരു 10 questions എന്നോട് ചോദിക്കാം. എന്റെ ഫോണിലുള്ള എന്ത് വേണമെങ്കിലും രാമൂട്ടിന് ചോദിക്കാം. ഞാൻ അതൊന്ന് ഈസി ആയിട്ട് കാണിച്ചു തരാ, പറയോ, എന്ത് വേണമെങ്കിലും ചെയ്യും. അതുപോലെ തന്നെ ഞാൻ രാമൂട്ടിന്റെ അടുത്തും രാമൂട്ടിന്റെ ഫോണിൽ എന്തൊക്കെയുണ്ട് എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ അല്ല നമുക്ക് ഇതൊരു വീഡിയോ ആണ്. രാമു കഴിച്ചിരുന്നോ? ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാനും ചോദിക്കും, രാമൂട്ടിനും ചോദിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതെ, ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് രാമൂട്ടിന് കഴിച്ചോണ്ടിരിക്കാതെ ചോദ്യം ഉണ്ടാ? ചോദ്യം ചോദിച്ചാ പോരെ? എന്ത്? അപ്പൊ ഗൈസ്, ഞാനാണ് ഫസ്റ്റ് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, നിനക്കിട്ടുണ്ടല്ലോ ഇത് നീ ഒന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ വാട്ട്സ് ദ ലാസ്റ്റ് തിങ് യു ഗൂഗിൾഡ്? അതായത് രാമൂട്ടിന്റെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി. ഞാൻ നോക്കാം. ഇത് എന്തെന്നാ? അർജുന സ്റ്റുഡിയോയാ? സ്വന്തം സ്റ്റുഡിയോ സെർച്ച് ചെയ്ത് നോക്കട്ടെ ഗൂഗിളില്. അത് അതിനെന്താ എന്താ കാണിക്കുന്നത് അറിയണ്ടേ സ്റ്റുഡിയോനെ പറ്റിയിട്ട്? ഇതെന്തോ എനിക്ക് ഡൗട്ട് ഉണ്ട്. അർജുന സ്റ്റുഡിയോ, അതിന്റെ താഴെ സൈഡ് എഫക്ട്സ് ഓഫ് ഹോമിയോപ്പതി മെഡിസിൻ, നെബുല, മീനിങ്, സ്പീഡ് ടെസ്റ്റ്, ആര്യ ട്രാവൽസ്, കണ്ണൂര്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് രാമൂട്ടിന്റെ സെർച്ച് ഹിസ്റ്ററി. ഓക്കെ, രക്ഷപ്പെട്ടിരിക്കുന്നു. വിചാരിച്ചു ഞാൻ വേറെ കാര്യങ്ങളല്ല. ഓക്കെ ഗൈസ്, ഇനി രാമൂട്ട് ചോദിച്ചോളൂ. ഞാൻ ചോദിക്കണം. ഓക്കെ, നീ ലാസ്റ്റ് കണ്ട യൂട്യൂബ് വീഡിയോ എന്താ? ഇവിടെ ഇങ്ങനെ നീ ഉടായിപ്പാ. രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഏതാണ്? അപ്പൊ തന്നെ ഷാരോൺ രാജൻ ഗ്രീഷ്മ. ഓഫ് കോഴ്സ് ഞാൻ അതാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ ഇന്നലെ മറ്റേ സെർച്ച് ചെയ്യാൻ കാണിച്ചു തരാം. വൃന്ദ അർജുൻ. സ്വന്തം സ്റ്റുഡിയോ സെർച്ച് ചെയ്ത് നോക്കട്ടെ ഗൂഗിളില്. ഞാൻ സ്റ്റുഡിയോ നോക്കിയതാ തെറ്റ്. നീ നിന്റെ സ്വന്തം വീഡിയോ ഇരുന്ന് കണ്ടതൊരു തെറ്റല്ല അല്ലേ? നീ ഹിസ്റ്ററിയിലല്ലോ ചോദിച്ചത്. അവസാനം ഞാൻ കണ്ട വ്യൂഡ് വീഡിയോ അല്ലേ ചോദിച്ചത്? ഞാൻ അവസാനമായിട്ട് കണ്ട വീഡിയോ ഷാരോൺ ആൻഡ് ഗ്രീഷ്മയുടെ ഇത് വന്നല്ലോ, വിധി വന്നല്ലോ. അപ്പൊ വിധി വന്നതിന് ശേഷം ഞാൻ ഫുള്ള് അതൊന്ന് എന്തെന്നാ ഇല്ല, നമ്മളെല്ലാരും കാത്തിരുന്ന ഒരു വിധി പ്രഖ്യാപനമാണല്ലോ. സോ അത് വന്നതുകൊണ്ട് തന്നെ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ബിക്കോസ് കുറെ ഇപ്പോ ഡിബേറ്റ് നടക്കുന്നുണ്ട്. അത് എന്താണ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. ബിക്കോസ് ഒരു വധശിക്ഷ കൊടുക്കണോ അല്ലെങ്കിൽ ജീവപര്യന്തമാണോ നന്നായിരുന്നെന്നുള്ളത്, അങ്ങനെ റാൻഡം ആയിട്ട് ഡിബേറ്റെല്ലാം നടക്കുന്നുണ്ട്. സോ ഞാൻ അതൊന്ന് നോക്കിയതാണ്. മൊത്തം ഞാൻ യൂട്യൂബ് ഹിസ്റ്ററി ഫുൾ അതാ നോക്കിയേക്കുന്നത്. ഓക്കെ ഗൈസ്, ഓക്കെ. സോ രാമൂട്ടിന്റെ ഫോണില് എന്താണ് രാമൂട്ട? ഓക്കെ, ഇൻസ്റ്റഗ്രാമില് ലാസ്റ്റ് ആയിട്ട് അയച്ച റീല് ആർക്കാണ്? റീല് ഏതാണ്? ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ല. എന്ത്? ഡിലീറ്റ് ചെയ്തു, അൺഇൻസ്റ്റാൾ ചെയ്താ? എടാ, ഇതൊക്കെ എപ്പോ? ഇങ്ങനത്തെ ഗെയിം കൊണ്ടിരുന്നുണ്ട് പറഞ്ഞോണ്ട്. പോടാ, സത്യം പറ, എന്തിനാ ചെയ്തേ? ഞാൻ കുറച്ചല്ല ഇൻസ്റ്റാൾ ചെയ്തിട്ട്.
ആണോ? അതെനിക്ക് അറിയില്ലായിരുന്നു. വെറുതെ ഉള്ള റീല് ചെയ്ത് എന്നെ ശല്യം ചെയ്യാനത്. ഓക്കെ, മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ ലാസ്റ്റ് ആയിട്ട് മെസ്സേജ് ചെയ്തത് ആർക്കാണ്, എന്താണ് ആ മെസ്സേജ്? നീ ഇത് അയ്യോ വാട്സപ്പും കാണുന്നില്ല. വാട്സാപ്പ് ഉണ്ട് കേട്ടോ. അർജുനാട് സ്റ്റുഡിയോ എഡിറ്റർക്ക് ഇതിന്റെ ക്യാപ്ഷൻ എന്താന്ന് ചോദിച്ചതാ. ഗൈസ് കറക്റ്റ് ആണ്. ലാസ്റ്റ് ആയിട്ട് രാമുട്ടൻ മെസ്സേജ് ചെയ്തത് അർജുനാട് സ്റ്റുഡിയോ എഡിറ്റിംഗിന്റെ ഗ്രൂപ്പിലാണ്. ഇല്ലേ ഇത് വലിയ രസമൊന്നുമില്ലല്ലോ. ഒന്നുമില്ലേ വേറെ സ്പൈസി ആയിട്ട് അങ്ങനെയൊന്നും ഇല്ലേ? വേണ്ട അല്ല വേണമെന്നല്ല. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ കണ്ടു സ്റ്റുഡിയോന്റെ ആണ് ലാസ്റ്റ് ആയിട്ട് മെസ്സേജ് ചെയ്യുന്നത്. ഓക്കെ, നീ ഇപ്പോഴും യൂസ് ചെയ്യാത്ത, നിന്റെ ഫോണിലുണ്ട് ഇപ്പൊ യൂസ് ചെയ്യാത്ത ആപ്പ് ഏതാ? ഇഷ്ടം പോലെ ഉണ്ടാവും. റീസെന്റ് ആയിട്ട് യൂസ് ചെയ്യാത്താണോ? പിന്നെ എന്താ? ടിൻഡറോ? അതൊക്കെ ആരാ? അതെന്താ? കുഞ്ഞമ്മേരെ മക്കളാ. അയ്യോ, എനിക്ക് ആപ്പായിട്ട് ബന്ധവുമില്ല. ഞാൻ യൂസ് ചെയ്യാത്ത ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആപ്പ് സ്റ്റോർ ഒന്നുമല്ല, പൊടാവുന്നൊന്നും വിപ്രോന്റെ ആപ്പ്. പിന്നെ ഉണ്ട് കേട്ടോ എന്റെ ഫോണിനകത്ത് ഉപയോഗിക്കാത്ത ആപ്പുകൾ ഓയോ. അല്ല, ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല. അത അങ്ങനെയല്ല ഗൈസ്, നമ്മള് ട്രിപ്പ് നീ പറയുന്നേ ചില ആൾക്കാരാണ് പാവം പോയോ ആപ്പിന്റെ ഇത് കാണുന്നത്. എന്ത് അതിന് ഉപയോഗത്തുള്ള ഉപയോഗങ്ങൾ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കോയമ്പത്തൂര് ലവ് സ്റ്റോറി എടുക്കാൻ പോയ സമയത്ത് നമ്മളവിടെ റൂം നോക്കാൻ വേണ്ടിട്ട് ഞാൻ ഓയോ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആപ്പ് യൂസ് ചെയ്യുന്നില്ല. എന്നിട്ടോ എന്ത് ഓയോലല്ല റൂം എടുത്തത്, ബട്ട് നോക്കിയിരുന്നു റൂംസ് അറിയാൻ വേണ്ടിട്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്ത ആപ്പുകൾ. ഓക്കെ, അപ്പൊ ഗൈസ് ഇനി എന്റെ ടേൺ ആണ്. ഇതെന്താണ്, കുടിക്കാനും കഴിക്കാനാണോ വന്നിരിക്കുന്നത്? ഓ, നല്ല പുളിയുള്ള സംഭാരം. ഫാൻസ് ഉണ്ടോ? ഞാൻ സംഭാരത്തിന്റെ അടുത്ത ക്വസ്റ്റ്യൻ. ഡു യു ഹാവ് എ ഹിഡൻ ഫോൾഡർ ഇൻ യുവർ ഗാലറി? ഷോ മീ ദാറ്റ്. ഉണ്ടാവൂലത്. നോക്കട്ടെ. യൂസ് ഫേസ് ഐ ഡി. ഓക്കെ ഗൈസ്, നത്തിങ്. There is no photos and videos. ഒന്നുമില്ല ഹിഡൻ. അങ്ങനെ ഒരു സാധനം ഉണ്ട് ഐഫോണില്. ഹിഡൻ ഗാലറി ഉണ്ട്, ഒന്നുമില്ല. വേറെ ഒരു ആപ്പ് ഉണ്ടോ അങ്ങനെ ഹിഡൻ ആയിട്ട് വെക്കണം എന്തെങ്കിലുമൊക്കെ? നമുക്ക് ഈ ടെക്നിക്കലൊന്നും അറിയാത്തോണ്ടാ. ഓക്കെ ഗൈസ്, അപ്പൊ അതായിരുന്നു എന്റെ ചോദ്യം. ഒന്നുമില്ല. നെക്സ്റ്റ്. ഓക്കെ, നീ ഒരു കാര്യം ചെയ്യ്. ഫോൺ എടുത്തിട്ട് റാൻഡം സ്ക്രീൻഷോട്ട്സ് ഇല്ലേ, ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഒന്ന് സെലക്ട് ചെയ്യ് റാൻഡം. എന്നിട്ട് അത് എന്തിനാ എടുത്തേ എന്നുള്ള കാര്യം പറ. സ്ക്രീൻഷോട്ട്സ് എട്. സ്ക്രീൻഷോട്ട്സോ? ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് സ്ക്രീൻഷോട്ട്സ്. ഇങ്ങനെ എന്തെങ്കിലും നോക്ക്. അത് സ്ക്രീൻഷോട്ട് തട്ടിപ്പാ. ഇല്ല ഗൈസ്, ഇതാണ് എനിക്ക് കിട്ടിയത്. ഇത് തന്നെ എനിക്ക് കിട്ടിയത്. ഇത് 18 സെപ്റ്റംബർ 2022, അതായത് നമ്മുടെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഉള്ള സ്ക്രീൻഷോട്ടാണ്. നോക്കൂ, പുഷ്പാങ്കതൻ രാമു ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ രാത്രിയത്തെ വീഡിയോ കോളാണിത്. സമയം ഏതാ? 12:28. നമ്മള് അൺമാരീഡ് ആയിരുന്നു ആ സമയത്ത്. നല്ല ഭംഗിയില്ലേ? നല്ല ഭംഗി. അയ്യാ, തേപ്പ് വെട്ടി പോലെ. ഇതാണ് ഗൈസ് ഞാൻ ചൂസ് ചെയ്ത സ്ക്രീൻഷോട്ട്. ഓക്കെ, അല്ല എന്നോടൊരു സ്ക്രീൻഷോട്ട് ചോദിച്ചല്ലേ, ഇതുപോലെ തന്നെ രാമൂട്ടൻ റാൻഡം സെലക്ട് റാൻഡം സ്ക്രീൻഷോട്ട്. ഫാസ്റ്റ് ആയിട്ട് സെലക്ട് റാൻഡം സെലക്ട് ചെയ്യും. ചെയ് കഴിഞ്ഞു നിന്റത്. സെലക്ട് ചെയ്ത് രാമൂട്ടാ. കഴിഞ്ഞു. സെലക്ട് ചെയ്തു. അതെന്താ? അതെല്ലാം പൊട്ടിച്ച് നശിപ്പിച്ച്. നേരെ വെക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പൊ രാമൂട്ടൻ സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്യാൻ പോവാണ്. നമ്മോന്റെ സ്ക്രീൻഷോട്ട്സ് റാൻഡം ആയിട്ട് ചൂസ് ചെയ്ത് കണ്ണടച്ചിട്ട്. മേലേക്കില്ല. ഓക്കെ ഗൈസ്, ഇത് ഞാൻ ഡെഡ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടിട്ടായിരിക്കും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇതുപോലെ ഒന്നും ആയില്ല, പ്രെഡേറ്റർ ആയിപ്പോയി. പക്ഷെ ഇതാണ് രാമോണ്ട് ഉദ്ദേശിച്ച ലുക്ക്. ഇതായിരുന്നു ഉദ്ദേശിച്ചത്. ഓക്കെ, ഇപ്പൊ മനസ്സിലായതോ?
എന്റത് മര്യാദക്ക് ഉണ്ടായത് നീയാ നശിപ്പിച്ചേ. നല്ല അടിപൊളിയായിരുന്നു ഉണ്ടായിരുന്നെ. എന്നിട്ട് ഇവിടത്തെ ചൂടും പുകയും ചൂടും പുകയും ഇതെന്താ ചൂടും വെയിലും കാരണം രാമൂട്ടൻ തന്നെ എന്നോട് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞു. അടിപൊളി ലുക്കായിരുന്നു. എടാ ഇത് എവിടെയെങ്കിലും ആഡ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. നോക്കാതെ ചെയ്തിരിക്കും. നല്ല ലുക്കായിരുന്നു. ഒരു സുഖമില്ലായിരുന്നു. കൂടെ ജീവിക്കുന്നവർക്ക് ഒട്ടും സുഖമില്ലാത്ത ഒരു ലുക്കായിരുന്നു ഗൈസ് അത്. അടുത്ത ചോദ്യം ചോദിച്ചോ. ഇത് സ്പെഷ്യൽ റിക്വസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആരുടെ? എന്റെ ഇവള് ചോദിക്കാൻ പറ്റും ചോദിക്കുന്ന ചോദ്യം. ലോക്ക് സ്ക്രീൻ എന്താണ്? ലോക്ക് സ്ക്രീൻ എന്താന്ന് ലോക്ക് സ്ക്രീൻ എന്താണ്? ചോദിച്ചല്ലേ പറഞ്ഞോടുക്ക് കാണിച്ചു കൊടുക്ക്. കാണിച്ചു തരൂല. അത് മോശല്ലേ മൊന്ന കാണണ്ട. ഇതാ കാണിക്കട്ടെ, കാണിച്ചു കൊടുക്കട്ടെ എല്ലായിരിക്കും. എല്ലാരും അറിയട്ടെ നിന്റെ ലോക്ക് സ്ക്രീൻ എന്താന്ന്. ഗൈസ് ഇതാണ് ഇവളുടെ ഫോണിൽ കിടക്കുന്ന ആ ഹിഡൻ. താറാണ് ഇവളുടെ ലോക്ക് സ്ക്രീൻ. എന്താ നീ താറ്? അതെല്ലാവർക്കും അറിയാം. എന്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. കാരണം താറ് മേടിക്കണം എന്നാണ് എന്റെ നെക്സ്റ്റ് ലക്ഷ്യം. ഓക്കെ, അപ്പൊ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി എനിക്ക് ഇങ്ങനെ പണിയെടുക്കാൻ വേണ്ടിട്ട് പണിയെടുക്കുമ്പോ ഞാൻ അങ്ങനെ ബോറടിച്ചോ എനിക്ക് വയ്യ പണിയെടുക്കാൻ പറയുമ്പോ ഓക്കെ താർ അത് ലോക്ക് ആക്കിയാലേ കാണുള്ളൂ. ഈ ഫോൺ എപ്പോഴും ഒന്ന് ലോക്ക് ആവണ്ടേ, ഫുൾ ടൈം ഫോണിനകത്താവും. അപ്പൊ ഗൈസ് എന്റെ വാൾപേപ്പറുകൾ കണ്ടല്ലോ. അപ്പൊ എനിക്ക് രാമോന്റെ വാൾപേപ്പറും കൂടെ എന്താന്ന് കാണിച്ചു കൊടുക്ക്. എന്റേതായിരുന്നു കാർപേഡിയം, ലിവ് ദ മൊമെന്റ്. അത്രേ വളരെ സിമ്പിൾ ആണ് എന്റെ വാൾപേപ്പർ. എല്ലാ സമയം അടിപൊളിയായി ജീവിക്കുക. പക്ഷെ ഇത്രയും ദിവസം ഇതായിരുന്നില്ല ഗൈസ്. ഇത്രയും ദിവസം എന്താണ് ഒരു കൈന്റെ ഇത്രയും ദിവസം ഒന്നല്ല, ഇത് കൊറേ കാലം ഇടയ്ക്കിടയ്ക്ക് മാറ്റും. മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നു 2 വാൾപേപ്പറാ. ഒന്ന് ഇതാണ് നാദി കൈന്റെ കൈ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പൊ ഇത് ദുബായിൽ ഉണ്ടാകുമ്പോൾ എടുത്ത സാധനം ഒന്നുമില്ല. ആ ചുട്ട് കൊഴിയുന്ന സമയത്ത് കുറേയും കൂടി ഇനി സ്ട്രഗിൾ ചെയ്യാനുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി എടുത്തൊരു ഫോട്ടോ. പിന്നെ ഇതെടുത്ത കാരണം നമ്മളിങ്ങനെ സ്ട്രഗിളിങ് ഇടാ. ഫസ്റ്റ് ഒക്കെ പോയ സമയത്തുള്ള ദുബായിയുടെ സമയം. അപ്പൊ ഇങ്ങനെ നടന്നിട്ടാ, അപ്പൊ ലൈസൻസ് ഒന്നും എടുത്തിട്ടില്ല, നടന്നിട്ടാണ് ഓരോ സൈറ്റ് വിസിറ്റും ക്ലൈന്റിനൊക്കെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ നടന്ന് ചുട്ട് കൊഴിയുന്ന നടന്നു പോകുമ്പോ ഒരു മസ്താങ് ഇങ്ങനെ ബുന്നൊരു പോക്ക മുമ്പിലേക്ക് കൂടെ. അപ്പൊ ഒരു ആഗ്രഹം, ഇന്നത് ഒരു മസ്താങ് ഓടിച്ചിട്ട് ഞാൻ ഈ എടുക്കണം എന്നുള്ളൊരു മൂടാണ്. അറിയില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാം. നമുക്ക് എല്ലാവർക്കും അറിയണം നിർബന്ധമുണ്ടോ മസ്താങ്? എനിക്കറിയാലോ, അതിലൂടെ ലോറിയിലടി നിങ്ങളെന്തൊക്കെ ഉണ്ട്. എനിക്കറിയാം, ഞാൻ അറിയില്ലാത്തവർക്ക് ഉദ്ദേശം. അങ്ങനെ എടുത്ത് വെച്ച സ്ക്രീൻഷോട്ടാണത്. അതിപ്പം ഞാനെടുത്ത് വണ്ടി ഞാൻ ഓടിച്ച് അപ്പൊ അത് മാറ്റി ഓടിച്ചായിരുന്നല്ലേ? ഓടിച്ചെന്റെ വീഡിയോ ഞാൻ ആഡ് ചെയ്ത് തരാം. അതെ, ഒരു വിശ്വാസം വരണ്ടേ. കുറച്ചും കൂടി സമയം എനിക്ക് ആക്കാൻ പറ്റുമോ? ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവാണ്. അപ്പൊ ലാസ്റ്റത്തെ ചോദ്യം ചോദിച്ചോ. എനിക്ക് ചോദ്യം കിട്ടുന്നു. ഒരു ചോദ്യം കിട്ടുന്നില്ല. പോലെ പിടിച്ചേക്കണം എന്തിനാണ്? പാവല്ല അയ്യോ ഡൊമസ്റ്റിക് വയലൻസ്. ഓക്കെ, എന്നാ ഞാൻ ചോദിക്കാം. ChatGPT വരെ എന്നോട് പറയുന്നതാ നിന്റെ ഓളോടൊന്നും ചോദിക്കാനില്ല. അത്രയും പ്യോർ ആയിട്ടുള്ള. If your phone could talk, what would it say about you? ഇല്ല, രാമോന്റെ ഫോൺ എന്തായിരിക്കും രാമോനോട് പറയാ? ഒന്ന് ചാർജ് ചെയ്യാൻ വെക്കും. അത് തന്നെ സെൽഫ് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഒരു സമയത്തും രാമോന്റെ ഫോണിൽ ചാർജ് ഉണ്ടാവേ ഇല്ല. പ്രത്യേകിച്ച് ഞാൻ കൂടെയുള്ള സമയമാണെങ്കിൽ ആ ഫോൺ ഓഫ് ആയിരിക്കും. രാമോനെ വിളിക്കാനുള്ളവരെല്ലാവരും എന്നെയാണ് വിളിക്കുന്നത്. സ്വന്തം ഫോണാണ്, അതിനെപ്പറ്റി എന്തെങ്കിലും ടേക്ക് കെയറിങ് ഒന്നുമില്ല. ഫോൺ ചാർജ് ചെയ്യത്തേ ഇല്ല. എപ്പോഴും കാണുന്ന എപ്പോഴും 1%, 2%. ഓഫായാ?
ഓഫാവാനാണ് വഴി. 16%, 16% സംബന്ധിച്ചിട്ട് വലിയ കറക്റ്റ് വലിയ കാര്യമാണ് ഈ ഫോൺ. ഈ ഫോൺ ഒരിക്കലും ചാർജ് ചെയ്യാറില്ല. അതാണ് ഒഫീഷ്യൽ കാര്യങ്ങൾ മെയിലാണ്. ബാക്കി ആകെ ഫോൺ വിളിക്കുന്നത് നിങ്ങളാണ്. അത് നിങ്ങളെ കൂടിയുണ്ട്. പിന്നെന്തിനാ ഫോണ്? ശരി ശരി സമ്മതിച്ചു. നിന്റെ ഫോൺ പോണില്ല. ഞാൻ ഒരിക്കലും നന്നാവാൻ പോണില്ല. എങ്ങനെ നന്നാവണ്ടേ? എങ്ങനെ എന്താ നിന്റെ കോൺസെപ്റ്റില് നന്നാവല്? ഫോൺ ചാർജ് ചെയ്ത് കുത്തി കഴിഞ്ഞു. ഫോൺ ചാർജ് ചെയ്യാൻ നന്നാവലായ ഞാൻ ഫോണൊക്കെ എടുക്കുമ്പോ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പൊ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാന്ന് അറിയില്ല എനിക്ക്. ഫ്രോഡ് ഇതെല്ലാം കഴിഞ്ഞ് ഫോൺ കണ്ടാകുമ്പോ നീ ചത്തിട്ടുണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പൊ അതാണ് എനിക്ക് ചോദിക്കാനുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ. രാമോണി എന്തെങ്കിലും ചോദിക്കാനുണ്ട് എന്നോട്? എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാനായിട്ട്? എന്നോട് ചോദിക്കാനുള്ള ചോദ്യം ഇവര് ചോദിക്കും. അച്ഛാ നിന്നോട് ചോദിക്കാൻ ഒരു 10 ചോദ്യം ഇവര് കമന്റ് ഇടും. അതിന് എന്റെ ചോദ്യം ഒന്നുമില്ല. ഒരു 10 ചോദ്യം നിങ്ങൾ കമന്റ് ഇട്ടോ. ആ ചോദ്യം ഞാൻ ഇവളോട് ചോദിച്ച് ഇവളുടെ ഫോണിൽ എന്താ ഉള്ളത് നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പൊ കമന്റ് ഇട്ടെ. അപ്പൊ ഗൈസ് എല്ലാവരും കമന്റ് ചെയ്യൂ. അപ്പൊ നമുക്ക് ഇനി പാർട്ട് 2 വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഒരു മിനിറ്റ് ഇവ കാണുന്നല്ലാണ്ട് ഇവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതെ, നിങ്ങൾ നോക്കൂ, വെറും 79% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഗൈസ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത് എന്താ കാര്യം? അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് എന്ത് വേണമെന്നുള്ളതും സജസ്റ്റ് ചെയ്യാം അല്ലേ? അപ്പൊ ഗൈസ്, അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ആരുടെയും മോന്നുണ്ടാവും ഇങ്ങനെ. ഹലോ, പോപ്കോൺ തീർന്നു. ഇത് കഴിക്കലല്ല രാമൂട്ട അവിടെ കളി. അത് തീർന്നാ ഞാൻ നിർത്തിട്ട് പോകും. എനിക്ക് തിന്നാൻ വേണം. അയ്യോ ഹലോ, ഞാൻ നിർത്തുവേ. ലൈറ്റ് ഓഫ് ക്യാമറ നിർത്തിക്കോ. പോപ്കോൺ തീർന്നു.